റഫീഖിനെതിരെ തിരിച്ചടിച്ചു ടി സിദ്ദീഖ്. CPM ഇത്രയധികം വിഷയദാരിദ്ര്യമുള്ളവരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ശ്രുതിക്ക് വീട് നൽകാമെന്ന് താൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പകുതിയായി കട്ട് ചെയ്താണ് പ്രചരിപ്പിച്ചതെന്നും സിദ്ദീഖ് പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപവും സിദ്ദീഖ് പുറത്തുവിട്ടു. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ടയാളാണ് ശ്രുതി. ശ്രുതിക്ക് നൽകുന്ന വീടുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം എന്താണ്? CPM എന്താണ് പറയുന്നതൊപ്പം ടി സിദ്ദീഖ് അതിനെ നേരിടുന്നത് ഏത് രീതിയിലാണ്? അനീഷ, ശ്രുതിയെ ഈ വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നത് ഏറെ വേദനാജനകമായി തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇന്ന് രാവിലെയാണ് CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ടി സിദ്ദീഖ് MLA-ക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതായത് ഈ ദുരന്ത ബാധിതയായിട്ടുള്ള ശ്രുതിക്ക് 120 ദിവസം കൊണ്ട് വീട് വെച്ച് നൽകാമെന്നുള്ള വാഗ്ദാനം MLA നൽകി. MLA അത് റീൽസായി ചിത്രീകരിച്ചു, ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് പ്രസിദ്ധീകരിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് റഫീഖ് ഉന്നയിച്ചത്. എന്നാൽ തിരിച്ച് ടി സിദ്ദീഖ് അതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ എപ്പോഴെങ്കിലും ശ്രുതിക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, എവിടെയെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് കൃത്യമായി തന്നെ സിദ്ദീഖ് ചോദിക്കുകയാണ്. താനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പകുതിയായി കട്ട് ചെയ്തുകൊണ്ടാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇത്തരത്തിലുള്ള വ്യാജ ആരോപണം ഉന്നയിക്കുന്നത്. ഈ ശ്രുതിക്ക് വീട് നൽകാമെന്ന് പറഞ്ഞത് ഒരു ഓൺലൈൻ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത സ്പോൺസർമാർക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് താൻ ഇട്ടതെന്നും ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം പുറത്തു വിട്ടുകൊണ്ടാണ് സിദ്ദീഖ് കൃത്യമായി കൊണ്ട് ആരോപണത്തിന് മറുപടി പറയുന്നത്. അത് മാത്രമല്ല, മുൻപ് CMDRF ഫണ്ടിലേക്ക് താൻ പണം കൊടുത്തില്ല എന്ന് CPM ആദ്യഘട്ടത്തിൽ പറഞ്ഞു. അതിനുശേഷം ടൗൺഷിപ്പ് ഉദ്ഘാടന വേളയിൽ കൂവി തോൽപ്പിക്കാൻ ശ്രമിച്ചു. ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് തനിക്കെതിരെ ഒരു കാരണവുമില്ലാതെ, ഒരു ബോധ്യവുമില്ലാത്ത കാര്യത്തിൽ കൃത്യമായി കൊണ്ട് ഒരു വ്യാജ ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ടി സിദ്ദീഖ് പറയുന്നത്. എന്തായാലും ഈ ഒരു വയനാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഓരോ ദിവസം കടുക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. വയനാട് കോൺഗ്രസ് നിർമ്മിക്കുന്ന ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദപ്രതിവാദങ്ങളും ആരോപണങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. അതിനൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർ മറുപടി പറയുന്നതിനിടയ്ക്കാണ് ഇന്ന് കെ റഫീഖ് സിദ്ദീഖിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അതിന് മറുപടി ആയിക്കൊണ്ട് കൃത്യമായി അന്നത്തെ പോസ്റ്റ് ഉൾപ്പെടെ അന്ന് സിദ്ദീഖ് പോസ്റ്റ് ചെയ്ത കൃത്യമായി കൊണ്ട് പൂർണ്ണ രൂപം ഉൾപ്പെടെ പുറത്തു വിട്ടുകൊണ്ട് താൻ അങ്ങനെയല്ല പറഞ്ഞത്. ആ പരിപാടിക്ക് താൻ അതിഥിയായി ക്ഷണിക്കപ്പെട്ടതാണെന്ന് മണ്ഡലത്തിന്റെ MLA എന്ന നിലക്ക് ആ പരിപാടി സ്പോൺസർ ചെയ്ത ആളുകൾ ആ വീടിന്റെ തറക്കല്ലിടൽ കർമ്മത്തിന് വേണ്ടി തന്നെ ക്ഷണിച്ചതാണ്. ആ കർമ്മത്തിന് വേണ്ടി മാത്രമാണ് താൻ പോയതെന്നും അത്തരത്തിൽ വീട് വെച്ച് നൽകാമെന്നും താൻ പറഞ്ഞിട്ടില്ല എന്നുമുള്ള കാര്യമാണ് സിദ്ദീഖ് പറയുന്നത്. ഇതൊരു CPM പരാജയ ഭീതി മൂലം ഗൂഢാലോചന നടത്തിക്കൊണ്ട് തനിക്കെതിരെ വ്യാജ ആരോപണം നടത്തുന്നു എന്നുള്ളതാണ് ടി സിദ്ദീഖ് പറയുന്നത്. അനീഷ, ഫൈസൽ, ഒരു കാര്യം കൂടി. ഇപ്പോൾ CPM പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് ശ്രുതി ആദ്യം പറയുന്നു. അതിനുശേഷം ഈ തുക തിരികെ നൽകാം, ടൗൺഷിപ്പിൽ വീട് വേണമെന്ന് ശ്രുതി ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിലൊരു സ്ഥിരീകരണമുണ്ടോ? നിശാ, കാര്യത്തിൽ നമുക്ക് വിശദീകരണം തേടേണ്ടതുണ്ട്. ശ്രുതി തന്നെ അത് കൃത്യമായി പറയണം എന്നുള്ളതാണ്. പറയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരു കാത്തിരിപ്പിൽ കൂടിയാണ്. ആ കാര്യത്തിൽ എന്തായാലും ഒരു വ്യക്തത വരേണ്ടത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഇക്കാര്യം ഇന്ന് വാർത്താ മാധ്യമങ്ങളോട് ഇക്കാര്യം ഉന്നയിച്ചത്. നേരത്തെ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞ് ശ്രുതി 15 ലക്ഷം രൂപ വാങ്ങി പോവുകയും എന്നാൽ ഇപ്പോൾ ആ 15 ലക്ഷം രൂപ തിരികെ നൽകാം, എനിക്ക് ടൗൺഷിപ്പിൽ വീട് തരണം എന്നുള്ള അപേക്ഷ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. അനീഷ, ശരി, ഏതായാലും ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ശ്രുതിയെ കൂടി വിഷയത്തിലേക്ക് വലിച്ചിഴക്കുന്നു എന്നുള്ളതാണ്. ശ്രുതിക്ക് ആദ്യം ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം 15 ലക്ഷം രൂപ സർക്കാർ വാഗ്ദാനം ചെയ്തത് പ്രകാരം അത് കൈപ്പറ്റി. അതിനുശേഷം ഈ തുക തിരികെ നൽകാമെന്ന് ശ്രുതി അറിയിച്ചു എന്നാണ് CPM ഉന്നയിക്കുന്ന ആരോപണം. പക്ഷേ അതേസമയം തന്നെ താൻ ഒരിക്കലും വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ടി സിദ്ദീഖ് മറുപടി നൽകുകയും ചെയ്യുന്നു. ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകിയത്.